അപ്പൊ അതാണോ ആചാരലംഘനം, ഈ കഥയാണോ ആചാരലംഘനം? ഇത് പണ്ട് മുതലേ മഹാരാജാക്കന്മാരും പഴയ ആൾക്കാരും ഉണ്ടാക്കി വെച്ച അമ്പലത്തിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്തിരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ. ഒരു നേരം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. കോളേജിൽ എല്ലായിടത്തും ഓടി നടന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതിലൊരുപാട് തമാശകളുണ്ട്. കുറേ തമാശ പുറത്ത് പറയാൻ പറ്റും, കുറേ പറയാൻ പറ്റില്ല. മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് കട്ടയ്ക്ക് കട്ട നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലർ ഇടാറുണ്ട്. അവരുകൊണ്ടുള്ള സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അടുത്ത 2 ഷോട്ടും തീർത്തിട്ടാണ് ലാൽ റൂമിൽ പോകുന്നത്. റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വന്ന് ഏസിടുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും, പൊടിവെ വെള്ളം ഒഴുകി അങ്ങനെ നിന്നിട്ടുണ്ട്. പൊകഞ്ഞുപോയി, രോമമൊക്കെ കത്തുന്ന മണം വരും. കുരിശുദ്ധം എന്നുള്ള പടത്തില് ലാല് ഞാനൊക്കെ ഡ്യൂപ്പില്ലാതെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവനെ തട്ടിയൊക്കെ ഇപ്പൊ കടലില് മറ്റേ ചാടി കയറുക വെള്ളത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ട് വിജയരാഘവൻ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിനക്ക് നീന്താ അറിയില്ല, നീ എന്ത് ഇങ്ങനെ ചാടി കയറണമെന്ന് ചോദിക്കും. ചിലപ്പോ മരത്തിന്റെ അവിടെ അപ്പുറം കോസ്റ്റ്യൂമർ 2 പേര് അപ്പുറം ഇങ്ങനെ ഒരു മുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും, നമ്മളപ്പുറത്ത് നിന്ന് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് വേഷം മോശമായി തുടങ്ങിയപ്പോഴത്തേക്ക് മനസ്സിന് ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്.